ഓരോ മഴക്കാലത്തും സ്ഥിരമായി മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശമാണ് മൂന്നാർ ലക്ഷം നഗർ കോളനി. മഴ കനത്താൽ അപകട മേഖലയിലുള്ള കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റും. 2024-ൽ ഇങ്ങനെ മാറ്റപ്പെട്ട കുടുംബങ്ങൾ സ്ഥിരമായി പുനരധിവാസം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധമുയർത്തിയിരുന്നു. ജില്ലാ ഭരണകൂടവുമായി നടത്തിയ ചർച്ചയിൽ പുനരധിവാസം ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ക്യാമ്പുകളുടെ പ്രവർത്തനം നിലച്ചിട്ടും അനുകൂലമായ നിലപാടുണ്ടാകാതെ വന്നതോടെ മറ്റൊരു സ്ഥലത്തെ കുടിൽ കെട്ടിയവർ താമസം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കയ്യേറ്റമെന്നാരോപിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ കുടിലുകൾ പൊളിച്ചു. ഇതോടെയാണ് വീണ്ടും പ്രതിഷേധവുമായി കുടുംബങ്ങൾ രംഗത്തെത്തിയത്. 2018 மண்ணிடிஞ்சு முருகன் கோயில் எங்களை கேம்பில் போட்டிருந்தாங்க. அதுக்கப்புறம் தொடர்ந்து வருஷம் மழை வரும்போதெல்லாம் எங்களை கோயில் கேம்பில் தான் இருக்க சொன்னாங்க. போன வருஷம் நாங்கள் கேம்பில் இருந்து போராட்டம் பண்ணும் போது எம்எல்ஏ வந்து ராஜா எம்எல்ஏ வந்து உங்களுக்கு இடம் கொடுக்குறோம், 3 மாசத்துல உங்களுக்கு இடம் கொடுக்குறோம்னு சொன்னாங்க. இது வரைக்கும் மறுபடியும் மழை வரப்போது இது வரைக்கும் எங்களுக்கு எதுவுமே கிடையாது. இங்க இருக்கிறவங்க யாருக்குமே புருஷன் கிடையாது. எல்லாருமே பிள்ளைகளை வச்சு கஷ்டப்படுறவங்க தான் நாங்க இருக்கோம். മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്ന ഉദ്യോഗസ്ഥർ പാവപ്പെട്ടവരെ വേട്ടയാടുകയാണെന്നാരോപിച്ച് BJP നേതൃത്വവും രംഗത്തെത്തി. MG കോളനിയിൽ താമസിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിരിക്കുകയാണ്. ഇവിടെ വൻകിട കയ്യേറ്റക്കാരെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഭൂമിയും വീടുമില്ലാത്ത പാവങ്ങൾ ഷെഡിൽ കിടന്നുറങ്ങിയവരെ ഷെഡ് പൊളിച്ചു മാറ്റി നടു റോഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഇവിടുത്തെ സാഹചര്യം. പുനരധിവാസം ഉറപ്പാക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെടും വരെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ അതേ കുടിലിൽ താമസിക്കുമെന്നും സംരക്ഷണം ഒരുക്കുമെന്നും BJP നേതൃത്വം വ്യക്തമാക്കി. സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒരു രീതിയിലും അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ്. ജനം, ഇടുക്കി.